ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു വൈബ് സോൺ. നമസ്കാരം. രണ്ടാമത്തെ സർപ്രൈസ് വ്ളോഗാണിത്. ഈ തങ്കനെ അറിയാൻ നോക്കിയേ. ഹായ് അഖിൽ. ഇവനെ അറിയാൻ നോക്കിയേ. ഹായ് ഗൈസ്. ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ട് പറയുന്നുണ്ടായിരുന്നു ഒരു സർപ്രൈസ് ഉണ്ട്. ഞാൻ ഓൾറെഡി ആ സർപ്രൈസ് കണ്ടുബോധിച്ചു. എല്ലാം സെറ്റാണ്. ഇനി നിങ്ങൾ കണ്ടോ അല്ലേ? കാണിച്ചു കൊടുക്കാം അല്ലേ? ഗൈസ് ഇതാണ്. നമസ്കാരം. ഇതാണ് നമ്മളെ സർപ്രൈസ്. ഫോർച്യൂണർ അങ്ങ് തൂക്കി. വൈബ് സോണിന്റെ ഫോർച്യൂണർ കാണിച്ചു തരാം. ഇതാണ് നമ്മൾ പറഞ്ഞ സർപ്രൈസ്. സ്റ്റിക്കർ അടിച്ചിട്ടുണ്ട്. ഇതും വെച്ചിട്ടുണ്ട്. സെറ്റ്. റെന്റിനെടുത്ത് സ്റ്റിക്കർ അടിക്കാൻ. ഗൈസ് ഇതാണ് നമ്മളെ സർപ്രൈസ്. എങ്ങനെയുണ്ട്? വേറെ സർപ്രൈസ് ഉണ്ട്. വീട്ടുകാർക്ക് ആർക്കും ഇത് അറിയില്ല. എൻ്റെ അമ്മക്കും അനിയനും അറിയാം, ബാക്കി ആർക്കും ഇത് അറിയില്ല. കുറച്ച് ആൾക്കാർക്ക് ഞാൻ വരുന്നുണ്ട് അറിയാം, പക്ഷെ ഞാൻ വരുന്നതും ഈ വണ്ടിയും ഒരു സർപ്രൈസാണ്. എങ്ങനെയുണ്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം. 2013 4x4 1.5 ലക്ഷം ഓടിയ ഒരു ഫോർച്യൂണറാണ്. വലിയ മേജർ ആക്സിഡന്റും പരിപാടിയൊന്നുമില്ല. ഇതൊന്ന് കാറ് വെക്കുന്ന പോലെ എന്നാ ഇത് കളിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പറ, കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറ. ഇതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ ഞാൻ പിന്നെ കാണിച്ചു തരാം. നമ്മളിപ്പം വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഏകദേശം ഒരു 2.5 മണിക്കൂറും കൂടി യാത്രയുണ്ട്. തണുത്ത് മറക്കുന്നില്ലേ? മറ്റേ ഇതെല്ലാം നമ്മൾ ഇപ്പം മാറ്റിയാട്ടാ. ഹെഡ്ലൈറ്റ്, ഗ്രില്ല്, നമ്പർ പ്ലേറ്റ്. നമ്മളിത് കണ്ണൂർ രജിസ്ട്രേഷൻ ആക്കാൻ വേണ്ടി നോക്കി, പക്ഷെ നടക്കുന്നില്ല. മലപ്പുറത്താണ് വണ്ടി എടുത്തത്. അപ്പോൾ അതുകൊണ്ട് ആ നമ്പർ പ്ലേറ്റ്. ഓക്കെ, എങ്ങനെയുണ്ട് സർപ്രൈസ്? ഓക്കെ അല്ലേ? എന്നാ നീ നോക്കുന്നു. അതാ ഇത് പിന്നെ വെള്ളയാവും. ഓ റിമോട്ട് ഉണ്ടായില്ല ഇത്. അതെയാ. ഇനി കുറച്ച് മാറ്റങ്ങൾ കൂടി വരുത്താനുണ്ട്. അത് ഫുള്ളായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വരുമ്പോഴേക്ക് വണ്ടി കിട്ടില്ലായിരുന്നു. അതുകൊണ്ട് പറ്റുന്നതെല്ലാം ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഇന്നലെ എല്ലാം പെയിൻ്റൊക്കെ അടിച്ച് സെറ്റാക്കി പുതിയ സാധനങ്ങളൊക്കെ വെച്ച് കിറ്റൊക്കെ കയറ്റി അങ്ങനത്തെ ഒരു ലെവലിൽ ആഡ് ചെയ്തിട്ടുള്ളത്. എങ്ങനെയുണ്ട്? ഓക്കെ അല്ലേ? ഹാപ്പി അല്ലേ? കുറച്ചുണ്ടോ? ഇനി ചെറിയ മാറ്റങ്ങളുണ്ട്. ഇതിൻ്റെ മുകളിൽ ഇത് അടിക്കണം, അങ്ങനത്തെ കുറച്ച് പരിപാടി. നല്ല രീതിയിലൊന്ന് വാഷ് ചെയ്യണം വണ്ടി. അത് ഞെക്കിക്കോട്ട് എൻ്റെ ബാറ്ററി ഓക്കെ അല്ലേ? വിട്ടൂടെ? ഓൺ ദ വേ. നമ്മളവിടെ പോയിട്ട് സർപ്രൈസ് അല്ലേ? പൊളിക്കുവാണ്. അത് ശരിക്കും ഞെട്ടു. കാരണം എന്താ പറയാ, ശ്രീഹരി 2 ദിവസം മുന്നേ നാട്ടിലേക്ക് വന്നല്ല. അപ്പോൾ അവിടെ അവരെന്നെ വിളിച്ചു. ഞാൻ വീട്ടിലാണ്ടായത്. അപ്പോൾ എനിക്ക് ഞാൻ വരുന്ന കാര്യം അറിയേയില്ല. അതുകൊണ്ട് തന്നെ അതൊരു വലിയ സർപ്രൈസാണ്. ഇൻറ്റീരിയർ ഞാൻ ഓടിച്ചൊന്ന് കാണിച്ചു തരാം. ഇതാണ് ഇൻറ്റീരിയർ ഗൈസ്. അങ്ങനെയാണ് കാര്യങ്ങൾ. ബാക്കി ഡീറ്റെയിലുകളൊക്കെ വീട്ടിലെത്തിയിട്ട്. ഇപ്പോൾ യാത്രേൻ്റെ ക്ഷീണമായതുകൊണ്ട് വീട്ടിലെത്തി അതൊന്ന് സർപ്രൈസ് ആക്കിയിട്ട് ബാക്കി ഡീറ്റെയിലുകൾ പറഞ്ഞു തരാം. അല്ലെങ്കിൽ ശ്രീഹരി കാണിച്ചു തരും നിങ്ങൾക്ക്. പോവാന്നാലേ? ഓ നല്ല തണുപ്പ്. റേറ്റ് ചെയ്യും. എങ്ങനെയുണ്ട് സാധനം? സർപ്രൈസ് ആയില്ലേ? സർപ്രൈസ് അല്ലേ ശരിക്കും? എന്നാ ഗ്ലാസ് പൊന്തിക്കാം. ഇനി ഗ്ലാസ് പൊന്തിക്കാം. അഖിലേട്ടാ ഓറിയോ മുട്ട ഇതാ അല്ല ഓറിയോ ബിസ്ക്കറ്റ് കഴിക്ക്. പോവാ. ഒറ്റപ്പേരേഷൻ ഗൈസ്. മാക്കൂട്ടം ചുരം. നല്ല അടിപൊളി റോഡായതുകൊണ്ട് നല്ല രസമാണ്. പ്രത്യേകിച്ച് ഫോർച്യൂണറിൽ നല്ല ഒരു ആംബിയൻസ് ഉണ്ട്. അല്ലേ ശരി? പൊളി വൈബ്. അഖിലേട്ടൻ ഉറങ്ങിയില്ലേ അമ്മേ? ഗൈസ് നമ്മൾ വണ്ടീൻ്റെ വരുന്നൊരു ഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പുറത്തുനിന്ന് കാണാനൊരു ആഗ്രഹം. അതുകൊണ്ട് ഞാൻ കുറച്ച് ദൂരെ പോയിട്ട് അശ്വം വണ്ടി എടുത്ത് വരും. നമുക്കത് റെക്കോർഡ് ചെയ്യാം. ഒരു ആഗ്രഹം, ഒരു രസമല്ലേ? വണ്ടി ഇങ്ങനത്തെ ലുക്ക് അല്ലായിരുന്നു കേട്ടാ. അത് ഞാൻ സ്ക്രീനിൽ കൊടുക്കാം. നിങ്ങൾ ആ ലുക്ക് കാണ്. അതിപ്പം നമ്മൾ മോഡിഫൈ ചെയ്ത് മാറ്റിയതാണ് ഈ ലുക്കിലേക്ക്. നിർത്താണ്ട് പോവേ ദാറികൾ. നിർത്തതാ. കൊള്ളാം. ആ വണ്ടി വരുന്നതിന് മുന്നേ നിർത്തണം. മതി. വീഡിയോ കിട്ടി. ഓക്കെ, ഒരേ പോക്കന്നെ ഓടി രാവിലെ തന്നെ. ബ്രേക്ക് പിടിക്കുമ്പോഴേ ബാക്ക് അടിപൊളിയാ. എക്സ്പെർട്ടാണ് ആവശ്യം. ഇതുപോലത്തെ ഒരു വണ്ടിയുടെ ബാക്ക് പെട്ടാ തന്നെ. ഏട്ടാ ഞാൻ ഒന്ന് പോയിക്കോട്ടെ. ജയിച്ചിട്ടാ സൗണ്ടല്ലേ? അടിപൊളിയല്ലേ? ഫോറസ്റ്റിലെ നല്ല റോഡ്. മോശം റോഡ് മാത്രം കാണിച്ചിട്ട് കാര്യമില്ല. പറഞ്ഞൂടെ എനിക്കത്. വീട്ടിലെത്താനായി 1.5 മണിക്കൂറേ. നല്ല ഫുഡ്. അതിലേട്ടാ എന്നാ കഴിക്കാൻ വേണ്ടത്? എത്തി
ഊരെത്തിടാ ഊരെത്തി കണ്ണൂര് അല്ല കേരളം കേരളം കേറി നമ്മളെ ബോർഡ് യെസ് ദാ കണ്ണൂർ 54 സെറ്റാണ്. നമ്മള് വീട്ടിലെത്താനായി ഏതാനും നിമിഷങ്ങൾ മാത്രം. ശ്രീഹരനോട് പറഞ്ഞെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. നമ്മളവിടെ കേറുന്നു, ഹോൺ അടിക്കുന്നു, അവര് പുറത്തു വരുന്നു, സർപ്രൈസ് ആവുന്നു. അതാണ് പ്ലാൻ. ഞെട്ടുന്നു. ഓ പൊളിക്കും അത്. ഇത് ഒന്നൊന്നര സർപ്രൈസ് ആയിരിക്കും. കാരണം വണ്ടിന്റെ കാര്യം അവർക്ക് അറിയില്ല. ഞാൻ വരുന്നത് ചിലപ്പോൾ സർപ്രൈസ് ആയിരിക്കും. നോക്കാം എത്രത്തോളം ആയിരിക്കില്ല എന്തെല്ലാം അറിയാന്ന് അറിയില്ല. പിന്നെ ഞാൻ എൻ്റെ വീട്ടിലേക്കല്ല ഇപ്പൊ പോകുന്നത്, ആന്റീന്റെ വീട്ടിലേക്ക് പോകുന്നത്. ഗേറ്റെല്ലാം തുറന്നിട്ടിട്ടുണ്ടാ? ഞാൻ അവരോട് പറഞ്ഞ ഗേറ്റെല്ലാം തുറന്നിട്ടുണ്ടാവും. ഇനി ഹോൺ അടിക്കാം. ഇടിയിരിക്കാം. ആരുല്ലേ? സർപ്രൈസ് നമുക്കായ. കുട്ടാ പോർച്ചിട്ട് ഞെട്ടിയേ ഇതുണ്ട്. കിട്ടില്ല അതെങ്ങനാ നമ്പർ പ്ലേറ്റ് എങ്ങനെ അറിയുന്നത്? ഏതാ അതെങ്ങനാ അതെങ്ങനെ അറിഞ്ഞേ? അതെപ്പോ ഇല്ല അത്. ബേബി സർപ്രൈസ് എങ്ങനെയുണ്ട്? ഇതറിഞ്ഞിട്ടില്ലേ? എടുത്ത് അപ്പൊ പറഞ്ഞില്ല. ഞാൻ ഇത് ബേബിക്ക് അറിയാതെ അപ്പൊ അവരോട് പറഞ്ഞു. അമ്മമ്മ ഞെട്ടിയില്ലേ? കൂട്ടച്ചേരിക്ക് ഞെട്ടി. ഓരോനെ കണ്ടിട്ട് ഞാനാടി ഇരിക്കുന്നുണ്ട്. 2 ദിവസം മുന്നേ വിളിച്ചേരോ ഞാനവിടെ കിടക്കുന്നുണ്ടായി. സർപ്രൈസ് ആയിട്ടു. ഗംഭീര സർപ്രൈസ്. നീ എടുത്ത നമ്പർ പ്ലേറ്റ് കണ്ടേ? അത് എന്നോട് പറയണേ. എന്തോ നമ്പർ പ്ലേറ്റ് എടുത്തോ കണ്ടു. വണ്ടി എടുക്കുന്ന പറഞ്ഞിട്ടല്ല. നീ ആദ്യമായിട്ടില്ല കാണുന്നത്? പിന്നെ ഞാൻ ഫോട്ടോയിൽ കണ്ടില്ലല്ലോ. എങ്ങനെയുണ്ട്? അടിപൊളിയാക്കില്ലേ? മൊത്തം കുറച്ച് എന്ത് ഫോർച്യൂണറല്ലേ? അറിയാണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇന്നലെ അതെനിക്ക് ഓർമ്മയില്ല. ചെക്കാനീസ് പോയേ. എന്നിട്ട് ഏതോ ഒരു ചെക്കൻ വന്നിട്ട് എന്നോട് ചോദിച്ചു ഏട്ടനെപ്പോ എത്തിട്ട്. ഞാൻ പറഞ്ഞു ഇങ്ങനെ പകുതി പറയാനായിരുന്നു. നാളെ ഏട്ടൻ ന്യൂയോർക്ക് പോകുന്ന ഞാൻ ഈ ചെക്കനോട് പറയാൻ പോയതാ പറഞ്ഞിട്ട് വളച്ചു തിരിച്ചത്. സർപ്രൈസ് കിട്ടില്ലെന്നായിട്ട് ഏറ്റു അല്ലേട്ടാ. എങ്ങനെയുണ്ട്? അച്ഛൻ പ്രോ ഡ്രൈവറാണേ. പിന്നെ ബാംഗ്ലൂർ വരെ എത്തിച്ചില്ല. ഞെട്ടിച്ച് കൃത്യസമയത്ത്. പിന്നെ നമ്മള് ഇവിടുത്തെ അമ്മയെടുത്തു. എരമത്ത് പോയാ അതെപ്പോ? വൈകുന്നേരം പോകാൻ സർപ്രൈസ് ഏറ്റു. ഇവര് ഞാൻ വരുന്നു വിചാരിച്ചിട്ടുണ്ടായില്ല, ഫോർച്യൂണർ എടുക്കുന്നു വിചാരിച്ചിട്ടുണ്ടായില്ല അല്ല കേട്ടാ. ഇനി ഒന്ന് കഴുകി കുട്ടപ്പനാക്കണം, എല്ലാം സെറ്റാക്കണം. വണ്ടി പഴയ മോഡലുണ്ടേ. ഹെഡ്ലൈറ്റ് ഇതെല്ലാം മാറ്റി ഒരു മാസത്തെ പണിയാണ്ടായി. അപ്പൊ അവരോട് ഞാൻ പറഞ്ഞു ആരോട് പറയാൻ പാടില്ല. ഞാൻ വിഷ് മേമിയോട് പറയുന്നു. അങ്ങനെ പറയാൻ പാടില്ല, ഇത് സർപ്രൈസ് ആണ്, പറയാൻ പാടില്ല പറഞ്ഞു. കൂട്ടാ ഇതിൽ പോവാ, സ്കൂളിൽ പോവാ. ഇതില് നമ്മളെ പഴയ വണ്ടി നന്ദനം. എന്റെ ഇൻസ്റ്റാഗ്രാം ഇല്ലല്ലോ. അതെന്റെ മനസ്സിലുണ്ട്. അതിന് എക്സോണിൽ ഓട്ടിക്കുന്നല്ലേ? നീ ഓട്ടിക്കുന്നത് അതിലെ കൂടെ വെച്ചോ? നീ നിന്റെ വെച്ചോടാ. അത് ഞാൻ വെക്കും. അത് ഹാഷർ എനിക്ക് ഇത് സർപ്രൈസ് തന്നെയാ, എനിക്ക് അറിയില്ലായിരുന്നത്. ഞാൻ ഇത് വെക്കുന്ന വിചാരിച്ചേ. സാധനം ക്ലീൻ ആട്ടാ, ഒരു രക്ഷയില്ല. ബാക്കി എല്ലാം കസ്റ്റം സാധനം. വ്ളോഗ് ഇറങ്ങുന്ന ദിവസം ഇടാനൊരു റീൽ വേണം, കിട്ടില്ല. അത് ഞാൻ ഇറക്കാം. ഇത് പക്ഷെ ഡീറ്റെയിൽ വാഷ് ചെയ്യണം ആദ്യം. അത് നമുക്ക് അറിയാം. പിന്നെ വൈപ്പർ ശരിയാക്കണം. വൈപ്പർ ചെറിയ പണിയുണ്ട്. ഇവിടെ ഇങ്ങനെ ബ്ലാക്ക് അടിക്കാൻ പ്ലാൻ ഉണ്ട്. ഇതിലെ കൂടെ ബ്ലാക്ക്, പിന്നെ വൈപ്പർ, അങ്ങനത്തെ കുറച്ച് ചെറിയ പരിപാടികൾ ചെയ്യാണ്ട് അതും കൂടി ചെയ്ത് സെറ്റാണ്. ക്ലീൻ. മലപ്പുറം 1 മാസമായി എടുത്തിട്ട്. 1 മാസം രസം വേണ്ടല്ലേ മേമി?
അഖിലാണ് ഏറ്റവും സർപ്രൈസ് ആയത് എന്നെ കണ്ടോണ്ട്. അതെ അയ്യോന്ന് ഇവ പിന്നെയും വന്നോ, ഞാനെടുത്ത് പോവാൻ നോക്കുമ്പോ പിന്നെയും വന്നു. ഗൈസ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ആയിട്ട് ഇടണം. എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ പറ. ഇത് നോക്കി നോക്കി ചെയ്യാം, നമുക്ക് ഒന്ന് വാഷ് ചെയ്യണം, അതിൻ്റെതായിട്ടുള്ളൊരു സംഭവം ഉണ്ട്. എക്സ്പീരിയൻസ് ചോദിച്ചു നോക്കാം. ശ്രീരും അശ്വിനും കുട്ടനും കൂടി പോയതാണ്. എങ്ങനെയുണ്ട്? പൊളിയല്ലേ, സെറ്റല്ലേ? ഇനി ഇതിന്റെ മാറ്റൽ മാറ്റണം, കുറച്ച് പണിയുണ്ട്, കുറച്ച് ക്ലീൻ ആക്കാനുണ്ട് ഉള്ളില്. കിട്ടണല്ലേ? ഇതാ ഇത് കൊടുക്കലേ, ഇത് കൊടുക്കലേ. നീ പിള്ളേരെ മര്യാദ ഓടിപ്പിച്ച ഈ ബാംഗ്ലൂർ വന്ന പോലത്തെ ഓടിക്കലല്ലോ. ആ വിഷയാവും അങ്ങനെയാണെങ്കിൽ. ബാക്കിലെ കൂടെ ചെറുങ്ങനെ വിഷയാവും. പേഴ്സണൽ പൈസ എടുത്തേ. എടാ എൻ്റെ അത് കുത്തിവെച്ചടാ ശ്രീ, ഫോണിൻ്റെ ഒരു പിടി ചാർജില്ല. ഇങ്ങോട്ട് പോലോ, ബസ് ഡ്രൈവർ ഇഷ്ടം പോലെ. അതിൽ പോയിക്കോ. ബസ് സ്റ്റോപ്പിൽ ഞാൻ നടന്നിട്ട് വിടാവാ. എടാ വാടാ നടന്നിട്ട്. അപ്പൊ ഈ വണ്ടിയിൽ നിന്ന് ഞാൻ ആണോ വിടണം നിന്നാ? എന്നാ ഓക്കെ അപ്പാ, ചായ കുടിച്ചിട്ട് പോവാ. ചായ കുടിച്ചാൽ ചിലപ്പോൾ നടക്കാൻ ഉഷാറ് കിട്ടും. ഓക്കെ ഗൈസ്, വിചാരിച്ച പോലെ സർപ്രൈസ് ഏറ്റു. എല്ലാവരും നല്ല കിട്ടലായിട്ട്, കുട്ടനാ പ്രത്യേകിച്ച് അല്ലേടാ കില്ലാടിയായിട്ട് സർപ്രൈസ് ഏറ്റു. പിന്നെ ബാക്കി എല്ലാവർക്കും ഞാൻ വരുന്ന ഒരു ഐഡിയ ഇല്ലോണ്ട് അവരങ്ങനെ എന്നെ കാണുമ്പോൾ വലിയ സർപ്രൈസ് ഉണ്ടായില്ല. പക്ഷേ ഫോർച്യൂണറെ കാണുമ്പം ഒരു സർപ്രൈസ് ആയി. ഇപ്പോൾ വണ്ടി വാഷ് ചെയ്യാൻ വേണ്ടി വന്നിട്ടാൽ ഫുള്ള് ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും മൊത്തം ഒന്ന് കഴുകി ഒന്ന് സെറ്റാക്കാൻ വേണ്ടി വന്നിട്ടാണ്. ഫുള്ള് പൊടി പിടിച്ചിട്ടല്ലേ. പിന്നെ പണിയെടുത്തതിൻ്റെ അടുത്ത് കുറേ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇന്നലെ ബാംഗ്ലൂർ ട്രിപ്പും കൂടി ആയതുകൊണ്ട് നല്ല ഹെവി ചളിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇന്ന് വന്നൊന്ന് ക്ലീനാക്കി വെക്കാമെന്ന് വിചാരിച്ചു. വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. വാഷ് ചെയ്ത് നല്ല കിടലായിട്ട് നമുക്ക് കുറച്ച് റീലുകളും പരിപാടിയൊക്കെ എടുക്കണം. ശ്രീയുടെ വെയിറ്റ് ചെയ്യുന്നു റീൽ എടുക്കാൻ വേണ്ടിയിട്ട്. നല്ല പൊളിച്ചെടുക്കണം റീല്. അത് ശ്രീയുടെ എടുത്തോളും, നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. അവൻ എടുത്ത് ഒന്നെ എഡിറ്റ് ചെയ്ത് സെറ്റാക്കി വിട്ടോളും, സീനൊന്നുമില്ല. പക്ഷേ ലൊക്കേഷൻ കണ്ടുപിടിക്കണം. ആദ്യം വണ്ടി വാഷ് ചെയ്തിട്ട് എന്നിട്ട് നമുക്ക് പോവാം. ഇതാ നമ്മളെ വണ്ടി പതപ്പിക്കുന്നുണ്ട്. ആ മോനെ ലുക്കായിതാലോ. അതിൽ വെള്ളം അടിക്കുമ്പോൾ ഒരു പവറേഷാവും. അടി മൊത്തം വാഷ് ചെയ്തു കേട്ടോ, ക്ലീനാക്കി. ഇനി ഇൻറ്റീരിയറും കൂടി വാഷ് ചെയ്യാനുണ്ട്. തമ്മിലിൽ ചിലപ്പോൾ കിട്ടിയാലോ പറയാൻ പറ്റില്ല. ഇവിടെ സത്യം പറഞ്ഞാൽ തിരക്കില്ല കേട്ടാ, കണ്ടിട്ടും മതിയാവുന്നില്ല. അതാണ് ലോറിയിലൊക്കെ വെച്ചാലോ കെട്ടി വിളിക്കാൻ പറയാം. വണ്ടി ഭയങ്കരമായിട്ട് വാഷ് ചെയ്തിട്ട് പൊടിയിലേക്ക് ഇറക്കാൻ ഭയങ്കര മടിയാണ്. പക്ഷെ എന്ത് ചെയ്യണം, ഞാനതുകൊണ്ട് ആടയില്ലേ ഡോഡ്ജ് ഫുള്ള് ക്ലീൻ ആക്കിയിട്ട് ഗരാജിൻ്റെ ഉള്ളിൽ കയറ്റി വെച്ചിട്ടുണ്ട്. ആ എല്ലാം ആരും എടുക്കില്ല, അടച്ചിട്ടില്ലേ. അച്ഛൻ മറ്റേ വണ്ടി എടുക്കും, അച്ഛൻ അങ്ങനെ ഡോഡ്ജ് എടുക്കില്ല. നമ്മളെ വാഷിങ് കഴിഞ്ഞു. ഇതാ നല്ല പക്ക ക്ലീൻ. ഇൻറ്റീരിയർ മൊത്തം ഒരു നല്ല വെടിപ്പാക്കി തന്നിട്ടുണ്ട്. വണ്ടി ഇപ്പോൾ പുറത്തേക്ക് എടുക്കാൻ മടി. ഇത് പഴയ നമ്പർ പ്ലേറ്റ് ആട്ടാ. ഇത് നമ്മൾ മാറ്റി KL മാറ്റി. ഇൻറ്റീരിയർ മൊത്തം ക്ലീൻ. ഇനി പുറത്ത് കാണിച്ചാൽ മക്കളെ ടയർ പോളിഷ് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സുണ്ട്, ലോഗോ ഉണ്ട്, എല്ലാം ക്ലീൻ ആട്ടാ. പക്ക പുതിയ വണ്ടി. ഇത് നിങ്ങൾ കാണുമ്പോൾ തെറ്റിയിരിക്കണ്ട. ഇതെനിക്ക് കൊടുക്കാനില്ല കേട്ടാ ഒരാൾക്ക്. അതോടാ പോവാ. നമ്മളൊരു ചെറിയ റീൽ എടുക്കാൻ വേണ്ടി പോവാണ്. വണ്ടി ക്ലീൻ ആക്കി നിങ്ങൾ കണ്ടു, ഒരു രക്ഷയില്ല. എങ്ങനെയുണ്ട് അഭിപ്രായങ്ങൾ പറ നന്ദു, പറ. അടിപൊളി കിട്ടുകയല്ലേ? വണ്ടി കിട്ടലാക്കി. ഇനിയിപ്പോ ഞാനൊരു റീൽ അങ്ങ് പെടക്കാൻ പോവാണേ, അതൊരു വൈറലാവും. ഉറപ്പാണ്. നാളെ ഞായറാഴ്ച കൂടെ അല്ലേ, അപ്പൊ കിഡിലെ ഷോട്ട് എടുക്കണം. പിന്നല്ല, കാരണം ഇതാണ് നമ്മളെ ഫസ്റ്റ് ഇനീഷ്യൽ, നമ്മളൊരു ഫസ്റ്റ് ഇംപ്രഷൻ അല്ലേ. ഫസ്റ്റ് ഇംപ്രഷൻ ഒരു രസമാണ്. ഞാൻ 2 വർഷമായി കുട്ടനോട് പറയുന്നത്, കുട്ടാ നമുക്കൊരു ഫോർച്യൂണർ എടുക്കണം. എന്നിട്ട് നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ ഫോട്ടോസ് ഇങ്ങനെ അയക്കും. ഇറക്കുമ്പോൾ നല്ല സാധനം ഇറക്കി, നല്ലത് നോക്കി ഇങ്ങനെ നോക്കി ഞാൻ ആദ്യം ബ്ലാക്കാണ്, എനിക്ക് പക്ക ബ്ലാക്ക് മതി എന്നുള്ളൊരു വൈബായിരുന്നു. പക്ഷേ ഈ ഒരു സാധനം കണ്ടു, ഓക്കെ വൈറ്റ് കുഴപ്പമില്ല. ഞാൻ അയച്ചു കൊടുത്തു ഇൻസ്റ്റാഗ്രാമില്. എന്നിട്ട് ഏട്ടൻ പറഞ്ഞു എന്നാ പിന്നെ നീ അവരൊന്ന് മെസ്സേജ് അയച്ചു നോക്ക്. അതെ, പക്ഷെ ഒന്നും ഉറപ്പൊന്നും പറഞ്ഞിട്ടാ, ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അയച്ചു നോക്ക്, റേറ്റ് എല്ലാം ഒന്ന് സെറ്റ് ആക്കാൻ പറയാന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അയച്ചു. അപ്പൊ അവര് പറഞ്ഞു എല്ലാം നമുക്ക് ഡീലാക്കാന്നെല്ലാം പറഞ്ഞ്. അവര് നല്ല ഡീലിങ് കേട്ടോ. അതെ, നല്ല മലപ്പുറത്താണ് ലെക്സ് പ്രോ എന്ന് പറഞ്ഞാൽ. പിന്നെ അവരെ പിന്നെ ഇൻസ്റ്റാഗ്രാം ത്രൂ ആണ് നമ്മൾ വീഡിയോയും ഫോട്ടോ എല്ലാം കണ്ടത്. എന്നിട്ട് അപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്തു, അവർക്ക് മെസ്സേജ് അയച്ചു. നല്ല ഡീലിങ്സ്,
നല്ല കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. എന്നിട്ട് അവരോട് നമ്മൾ പറഞ്ഞു വന്നപ്പോൾ നമ്മളൊരു ഇൻസ്പെക്ഷൻ ആൾ വിടാം, പിന്നെ നമുക്ക് കേരള രജിസ്ട്രേഷൻ ആക്കി തരണമായിരുന്നു വണ്ടി. അപ്പോൾ കേരള രജിസ്ട്രേഷൻ ആക്കി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിയെല്ലാം ഓക്കെയാണ്. പക്ഷേ ഇല്ലേ, നമ്മൾ ആദ്യം എടുക്കുന്നതിന് മുന്നേ ഒരാള് വാങ്ങാൻ പോയതല്ല, അവരെ ഫൈനാൻസ് എന്തോ ശരിയാവും. സംഭവം എന്താ അറിയോ, ഓൾറെഡി കേറട്ടെ, നമ്മളെ 100 കണ്ണ് വേണം അങ്ങോട്ടും ഇങ്ങോട്ടും. എന്നിട്ട് നമ്മൾ എടുക്കാന്ന് പറഞ്ഞ വണ്ടി ഓൾറെഡി അഡ്വാൻസ് കൊടുത്ത് ഒരാൾ ബുക്ക് ചെയ്ത് വെച്ചു, അതായത് ഈ വണ്ടി. എന്നിട്ട് അത് ഓക്കെ, അത് കയ്യിൽ നിന്ന് പോയി. എന്നാൽ പിന്നെ നമുക്ക് വേറെ നോക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ നോക്കുന്നുണ്ടേ. കുറച്ചാണ് കഴിയുമ്പോൾ അവർ പറഞ്ഞു പിന്നെ അഡ്വാൻസ് പിന്നെ തന്ന ആൾക്കാരുടെ ഫൈനാൻസ് എന്തോ സെറ്റ് ആവാത്തതുകൊണ്ട് അവരെടുക്കുന്നില്ല, വണ്ടി ഇപ്പോൾ ഓപ്പൺ ആണ്, വേണമെങ്കിൽ എടുക്കാന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞു എന്നപ്പോൾ എടാ വേഗം ഉറപ്പിച്ചോന്നാണ്, അധികം ലേറ്റ് ആവേണ്ട തന്നെ ഒരു ഇൻസ്പെക്ഷൻ ടീമിനെ വിടാൻ പറഞ്ഞു. അവർ നല്ല ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്തു. വണ്ടിക്ക് നല്ല ക്ലീൻ കണ്ടീഷനാണ്, വണ്ടിക്ക് വലിയ മേജർ കാര്യങ്ങളൊന്നുമില്ല. ചെറിയ ചെറിയ മൈനർ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഹെഡ്ലൈറ്റ് അങ്ങനത്തെ ചെറിയ ചെറിയ ഇഷ്യൂസ് ഉണ്ടായിരുന്നു, കോസ്മെറ്റിക്സ്. അല്ലാണ്ട് എൻജിൻ അതുപോലെ തന്നെ ഓട്ടം മൈലേജ് കുറവായിരുന്നു, പിന്നെ 1.5 മാത്രമേ ഓടിയിട്ടുള്ളൂ. 2013 വണ്ടി, ഇന്റീരിയർ ക്ലീൻ, പുറത്ത് ക്ലീൻ, എല്ലാം ക്ലീൻ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു തൂക്കിയേക്കാം. പെട്ടെന്നായിരുന്നല്ലോ, 1 മാസത്തിനുള്ളിൽ ഫുൾ സംഭവം നമ്മൾ തീർന്നു. കുട്ടനോട് ആ ടൈം തൊട്ട് ഞാൻ ഒന്നും മെസ്സേജ് അയക്കുന്നുണ്ടായില്ല, വണ്ടീനെ കുറിച്ച് ഒന്നും ഞാൻ പറയുന്നുണ്ടായില്ല. ഫുള്ള് അതിനെക്കുറിച്ചൊന്നും മിണ്ടുന്നേയില്ല. അതുവരെ ഞാൻ ഇടക്കിടക്ക് ഓരോ വണ്ടീൻ്റെ ഫോട്ടോ ഓനെ അങ്ങോട്ട് അയച്ചു കൊടുക്കും, ഓനെ ഇങ്ങോട്ട് അയച്ചു തരും. അല്ല കേട്ടാ, നല്ലൊരു ഓപ്ഷൻ ആണിത്. എന്നാ പറയാ, പക്ഷെ അവിടെ കുറച്ച് ദൂരം നിന്നാ മതി, എന്നിട്ട് ഒരു 5X ഇങ്ങനെ ഒരു വീഡിയോ അത് എടുക്കാം. എന്തെല്ലോ വേണം, നമുക്ക് അവിടെ പോയി നോക്കാം. ആംബുലൻസ് എനിക്ക് മേലൊരു വണ്ടി അങ്ങനെ വൃത്തി അങ്ങനെ ഓടിക്കാൻ അറിയില്ല. എനിക്ക് ഞാൻ പഠിക്കണമെന്നുണ്ട്. ഞാൻ കാണിച്ചു അവിടെ എത്തിയിട്ട് ഞാൻ അമേരിക്കയിൽ നിന്ന് അജയന്റെ സിവിക്കെല്ലാം ഓടിച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഗിയർ ഇടക്ക് പിന്നെ ഒരു പഠിത്തം കിട്ടും. അതൊന്നും സംഭവം അറിയാം, പ്ലെയിൻ ആയിട്ടുള്ള റോഡിൽ ഓടിച്ച് പഠിക്കണം ആദ്യം. പെട്ടെന്ന് വണ്ടി വരുമ്പോൾ നീ പാനിക്കാവും, അങ്ങനെ ക്ലച്ച് ചവിട്ടണം, ബ്രേക്ക് ചവിട്ടണം എന്നുള്ളൊരു അപ്പൊ ഓടിച്ചോടിച്ച് ശീലമായി കഴിഞ്ഞിട്ട് മെല്ലെ റോഡിലേക്ക് ഇറക്കി തുടങ്ങണം. അതും ഇതേപോലത്തെ റോഡിൽ ആദ്യം ഇറക്കി തുടങ്ങണം. ശരിയാ, എന്നിട്ട് മെല്ലെ മെല്ലെ പഠിച്ച് അങ്ങനെയാണ് നമ്മൾ ഇതാക്കുക. ഒരു വലിയൊരു വണ്ടി പോലെ ഒരു എടുപ്പ്. ഞാൻ ബ്ലാക്ക് എടുക്കുന്ന പറഞ്ഞല്ലേ, ബ്ലാക്ക് എടുക്കുന്ന കുറെ നോക്കി, ഒന്നുകിൽ ഭയങ്കരമായിട്ട് ഓടിയത്, പിന്നെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉള്ള വണ്ടികളായിരിക്കും മൊത്തം. എന്നിട്ട് അത് വിട്ട്, എന്നിട്ട് പിന്നെ ഇത് കിട്ടി, വൈറ്റ് കിട്ടി. ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും ബ്ലാക്കിനോട് താല്പര്യം ഉണ്ടായിരിക്കും, എല്ലാരും പറഞ്ഞു വൈറ്റ് അടിപൊളി, വൈറ്റ് പിന്നെ വൈറ്റിലാക്കാം. കുറെ നാള് കഴിഞ്ഞിട്ട് കളറൊക്കെ ചേഞ്ച് ചെയ്യണം. ഒരു റിഗ്രറ്റും ഇല്ല, ഒരു റിഗ്രറ്റ് ഇല്ല, കിട്ടില്ല സാർ, ഒട്ടും റിഗ്രറ്റ് ഇല്ല. ഞാൻ പ്രത്യേകിച്ച് ഞാൻ ഇന്ന് ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് ഓടിച്ചില്ലേ, ഞാൻ ഇന്ന് ആദ്യമായിട്ട് വണ്ടി കാണുന്നത്. ഇങ്ങോട്ട് ഓടിച്ച് എന്റെ ചെക്ക് ലിസ്റ്റിലുള്ള ഒരു വണ്ടിയല്ലേ ഇത്, ചെക്ക് ലിസ്റ്റിലുള്ള ഒരു വണ്ടിയാണ്. പിന്നെ എനിക്കുള്ളത് അംബാസിഡർ, റോൾസ് റോയ്സ് കുറച്ച് ചെറിയ ചെറിയ വണ്ടിയാണ്. എല്ലാം നമ്മൾ തൂക്കും. വണ്ടിയുടെ ഒരു കിഡിലായിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. എന്താ കുരക്കുന്നോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഉത്തരവില്ല ശ്രീ. ശരിക്കും ഡോഡ്ജിനെ നമുക്ക് മറക്കാൻ പറ്റില്ല. അതാണ് നമ്മൾ ആദ്യത്തെ നമുക്ക് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ നല്ലൊരു ലൊക്കേഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എടാ ആക്ച്വലി ഇത് നല്ല ലൊക്കേഷനാണ്. എന്നിട്ടോ റിവേഴ്സ് എടുത്ത് കയറ്റിടാം. അത് വേണ്ട. എന്താ ഇത് ഉണങ്ങിയ ചെളിയാ. ഇങ്ങോട്ട് കയറ്റി അതെ നോക്കുമ്പല്ലേ എടുക്കല്ലേ. എന്നാ ഇങ്ങോട്ട് കയറ്റിട്. നന്ദു എടുത്തിട്ടോ. അത് വേണം. വണ്ടി ഓടിക്കാൻ അറിയാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ കളിക്കേണ്ട ആവശ്യമില്ല. പിന്നെ എനിക്കൊരു സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ, 1 മാസമായി വ്ളോഗ് ഇട്ടിട്ട്. അപ്പോൾ ഞാൻ 1 മാസമായി പറഞ്ഞിട്ട് എൻ്റെ ചെറിയൊരു ഇൻസ്റ്റാഗ്രാം ഉണ്ട്, അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യണം. Sri.vc താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ടാവും. ഡ്രൈവിംഗ് സ്കൂളിൽ പോയി പഠിച്ചാണെങ്കിലും ഏട്ടൻ ശരിക്കും ഡ്രൈവിംഗ് സ്കൂളിൽ പോയി പഠിച്ചാൽ, ഞാൻ അങ്ങനെയല്ല. ഈ ലുക്ക് ഇവിടെ നിർത്തിയിട്ടുള്ള ലുക്ക് കൂട്ടാ റേറ്റ് ഇവിടെ നിർത്തിയിട്ടുള്ള ലുക്ക് ഞാനൊരു 9.97 കൊടുക്കും. 10 കൊടുക്കാത്ത എന്തോ വെച്ചാൽ ഞാൻ 10 കൊടുക്കും. നത്തിങ് ഈസ് പെർഫെക്റ്റ്. 9.9%. 1% അല്ല, ഞാൻ 10 കൊടുക്കാത്ത എന്തുകൊണ്ടാ അറിയാം ബ്രോ. 10 കൊടുക്കാത്ത എന്തുകൊണ്ടാ അറിയാം. നത്തിങ് ഈസ് തുടങ്ങി. നീ എടുത്തു 34. ഓ in my mind I'm always thinking what I want to say. ശരി നീ എടുത്തോ. വേണ്ട, ആൾക്കാരെ ഞാൻ അങ്ങനെ ബെഗിഡൊന്നും ഓടിക്കില്ല, ബ്രേക്ക് പിടിക്കാനൊക്കെ അറിയാം. അങ്ങനല്ല ശരി, ഭയങ്കരമായിട്ട് പേടി. എനിക്ക് സത്യം പറഞ്ഞ പേടി. ഞാൻ കയറുന്നില്ല, ഞാൻ പറഞ്ഞ ഞാൻ വീഡിയോ എടുക്കാം. ഇറക്ക് ധൈര്യമില്ല കൂട്ടാ ചെയ്യാം.
ഇവന് ഗിയർ അറിയടാ. ചാരി ബാക്കിൽ വെള്ളമാണ്, പെട്ടെന്ന് ബാക്കിലോട്ട് പോകും. എല്ലായിടത്തും മതി, ഫസ്റ്റ് തന്നെ ഇട്ടിട്ട്. അതന്നെ കണ്ടാ എത്രയില്ലൂ ടീച്ചറാ. ആടെല്ലാം ആൾക്കാരുണ്ടല്ലോ ബ്രോ. ഇതിങ്ങനെ പോകുന്നതാണ് ഭയങ്കര ലുക്കാ. ഒരു ഞാൻ ഫ്രണ്ട് കയറി എടുക്കട്ടെ. മോനെ മെല്ലെ എടുക്കണേ. ഇപ്പൊ വാഷ് ചെയ്താ തെറ്റാണ്. ബാ നമ്മളിങ്ങനെ ചവിട്ടി ചവിട്ടി ചവിട്ടി. ഷുവർ എടാ വണ്ടി വന്നാലോ? വണ്ടി ഒന്ന് പൊട്ടിച്ചെടുക്കണം. കഴിക്കണ്ട. ഓക്കെ ഓക്കെ. ഇവൻ മറ്റേ അവിടുന്ന് അജയൻ്റെ വണ്ടിയെല്ലാം ഓടിക്കുന്നതാണ്. എപ്പം ഇതാ ഇവിടെ അതാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വണ്ടി വരും. പിന്നെ ഇതിൻ്റെ ഒരു അളവ് നിന്റെ മനസ്സിലുണ്ടാവണം. അതെപ്പോൾ ഉണ്ടാവണം. ഈ സൈഡ് കൂടാനും പാടില്ല. അങ്ങനെയുണ്ട്. വളവാന്ന് ഹോൺ അടിക്കുക. കോൺഫിഡൻ്റ് ആയി കഴിഞ്ഞിട്ട് നീ എടുത്തോ. ഓക്കെ നോക്കിയാണ് സീര് ഹോൺ അടിക്കുക. അത് അവർക്കറിയില്ല നമ്മളിങ്ങനെ ഒരു വണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഇവൻ ഓട്ടോമാറ്റിക് ഓടിക്കും, സീനൊന്നുമില്ല. അവർ കണ്ട നോക്കാണ്ടായിരിക്കും നടക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് അവർ ഒരു വണ്ടി അപ്പുറത്ത് പാസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് അറിയാണ്ട് അവർ റോഡിലേക്ക് ക്രോസ് ചെയ്യും. അതിന് മുന്നേ നമ്മൾ ഹോൺ അടിച്ച് സെക്യൂർ ആക്കാം. നമ്മൾ ഇങ്ങനെ വരുന്നുണ്ട്. നല്ല പഠിക്കണം, നല്ല ബേസിക്സ് ആണ്. അല്ല എന്തോ എന്നെ നിന്നെയും പഠിപ്പിക്കും. പക്ഷേ സ്കൂട്ടി പഠിക്കുന്നില്ല. അതാ വളമാകുമ്പോൾ ഈ സൈഡിൽ നമ്മളെ സൈഡ് ചേർത്ത് പിടിക്കുക, ഹോൺ അടിക്കുക. യെസ് ഗുഡ് ഗുഡ്. അതാ കണ്ടോ കണ്ടോ. ഇപ്പോൾ ഫസ്റ്റിലിടണ്ട്. ചവിട്ടി ക്ലച്ച് ചവിട്ട് ഫുള്ള്. ഇങ്ങോട്ട് ഇതാണ് പറഞ്ഞത്. പെട്ടെന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യാണ്ട് കുറെ സാധനങ്ങൾ വരും. ആൾക്കാരായിരിക്കും, വണ്ടികളായിരിക്കും, പശുവായിരിക്കും ചിലപ്പം. അപ്പോൾ ആൾക്കാരുണ്ടാവും. വേണ്ട നടുക്ക് നിൽക്കുന്ന അവർക്ക് അങ്ങനൊന്നുമില്ല. അവരെ വീടായത്. അവർക്ക് ഇങ്ങനെ റോഡാണെന്നൊന്നുമില്ല. അവർക്ക് ഇങ്ങനെ ഇത്ര സൈഡ് മതി ഇറങ്ങി. അത് മതി. അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടെത്തൂലേ. ഇങ്ങനെ ഒന്ന് വരച്ചിട്ടേ. അങ്ങനത്തെ സിറ്റുവേഷനാണ് നമ്മൾ നല്ലൊരു ഡ്രൈവർ ആക്കല്. എന്നൊരു പാനിക് ആകുമ്പോൾ നമ്മളെ മനസ്സ് കൺട്രോൾ വിട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എന്നാ ചെയ്യുന്നത് പിടിയിട്ടില്ല. കണ്ടോ ഇവിടെ ഇപ്പം സ്പീഡ് കൂടി നീ കണ്ടോ. ഓട്ടോ, ബൈക്ക്, ആൾക്കാർ, അതാണ് വെരി ഗുഡ്. പക്ഷെ സ്ലോ ആക്കണം ആദ്യമേ. ആദ്യം ബ്രേക്ക് പിടിച്ച് ഇങ്ങനെ സ്ലോ ആകുമ്പോൾ ക്ലച്ച് പിടിക്കുന്നുണ്ട്. ക്ലച്ച് നമ്മൾ ആദ്യം ചവിട്ടിക്കഴിഞ്ഞാൽ വണ്ടി ഇങ്ങനെ സ്പീഡ് പോകും, കൺട്രോൾ കിട്ടാണ്ട് പോകും. ക്ലച്ചിലെപ്പം കാല് വെക്കണമെന്നില്ല, അത് പുറത്ത് വിടാം. നമ്മൾ സാധാരണ വണ്ടി ഓടിക്കുന്നതല്ലേ. സ്പീഡ് വേണ്ട കുറച്ചോ. ആ ഫോർത്ത് ഓടിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയണം അത് ഏത് ഗിയറിലാണ് അതിൻ്റെ. ഉണ്ടോ അവിടെ മൂത്രമൊക്കെയുണ്ട്. മനസ്സമാധാനത്തിലോട് അവിടെ ശല്യപ്പെടുത്താണ്ട് നമ്മൾ പോകണം. നമ്മളെന്തായാലും ബ്രേക്ക് പിടിച്ചിട്ട് മൂത്രം ഒഴിക്കുമ്പോൾ ക്ലച്ച് പിടിക്കണം. വെരി ഗുഡ്. ഇവിടെ ഹോണ് എടാ ആ ഏച്ചിന് അത് എത്ര ദൂരാണ് അവർ പോയിക്കോന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഓവർടേക്ക് ചെയ്യണം. അവരും പഠിക്കാൻ. ശരിയാ. നീ അപ്പുറം നല്ലോണം കൂടുന്നുണ്ട്. ബ്രേക്ക് ക്ലച്ച് പിടിക്കില്ല. ഓക്കെ ഈ സൈഡൊക്കെ ഞാൻ വേർക്കാൻ തുടങ്ങിയിടാ. എവിടെ സൈഡാക്കിയോ? പള്ളീൻ്റെ മുമ്പിൽ. ഈശ്വരാ അതെ. പക്ഷെ വലിയ സീനൊന്നും ഇല്ല. നല്ല ഡ്രൈവിംഗ് ആണ്. പക്ഷെ ഇത് മെയിൻ റോഡിൽ ഇറങ്ങാനായില്ല. പഠിക്കാം ഈസിയാണ്. പോകുന്നതിൻ്റെ മുന്നേ സുഖമായിട്ട് പഠിപ്പിക്കാം. ഗൈസ് അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി. എനിക്ക് നല്ല ഉറക്കം വരുന്നു. യാത്രാക്ഷീണം എല്ലാം കൂടി ഇല്ലോണ്ടായിരിക്കും. ഇന്ന് കുറേ കറങ്ങി വണ്ടി ഫുള്ള് ക്ലീൻ ആക്കി അതിൻ്റെ വ്ളോഗ് എടുത്തു, അതിൻ്റെ ഫോട്ടോസ് എടുത്തു. പിന്നെ നമ്മളെ വീട്ടിലിതാ ഇൻ്റർലോക്ക് ഇടാനുള്ള പരിപാടികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൻ്റർലോക്കെല്ലാം അവിടെ വെച്ചിട്ടുണ്ട്. മിക്കവാറും നാളെ ഇട്ട് തീർക്കുമായിരിക്കും. നാളെ മറ്റന്നാളും കൂടി കൊണ്ട് ഇട്ട് തീർക്കുമായിരിക്കും. ഇവിടെ ഫുള്ള് പുതിയ ഇൻ്റർലോക്ക്. ഈ പഴയതെല്ലാം എടുത്തിട്ട് അവർ എന്ത് ചെയ്തു ബാക്കിലോട്ട് ഇട്ടു കേട്ടോ. ചെറിയ പണികൾ ഇങ്ങനെ നടക്കുന്നു. അതാണ് വീട്ടിലെ പരിപാടികൾ. ഓക്കെ ഗൈസ്, അത് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ വ്ളോഗ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇങ്ങനെ ഒരു വ്ളോഗ് കുറേ നാളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇങ്ങനെ എന്താ പറയുക, ഒരു മനസ്സറിഞ്ഞൊരു വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ജോലി തിരക്കിൻ്റെ ഇടയ്ക്ക് എനിക്ക് പറ്റിയില്ലായിരുന്നു. ഇന്നാ നടന്നത്.
ഏത് ഇപ്പം പറ്റി. അപ്പോൾ നിങ്ങൾ എൻജോയ് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഇതേപോലെയുള്ള വ്ളോഗുകൾ, നാട്ടിൽ നിന്നുള്ള വ്ളോഗുകൾ വരുന്നതായിരിക്കും. ഓക്കെ, ഫോർച്യൂണർ ഒന്നുകൂടി കണ്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായിട്ട് ഇടാം. നല്ല നല്ല മോഡിഫിക്കേഷൻസ്, ഇങ്ങനെ ഭയങ്കര ഓവറായിട്ടില്ല, ഇങ്ങനെ സട്ടിലായിട്ടുള്ള നല്ല ക്ലീൻ ആയിട്ടുള്ള മോഡിഫിക്കേഷൻസ്, സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം. പിന്നെ എൻ്റെ വണ്ടീൻ്റെ പോളിഷൻ പരിപാടിയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് പറഞ്ഞേ, അതൊക്കെ ചെയ്യുന്നുണ്ട്, അതൊക്കെ വരുന്നുണ്ട്. വേറെ എന്നൊക്കെ പറയാനില്ല. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, വൈബായിട്ടിരിക്കുക, പവറായിട്ടിരിക്കുക. അല്ല എന്തോ ഒന്നും പറയണ്ട, ഒന്നും പറയാനില്ല. അപ്പോൾ പീസ്.